ഏതാണ്ട് 900ഓളം വിമാനങ്ങൾ ഉണ്ടായിരുന്ന MiG-21 ഇപ്പോൾ ലോപിച്ച് 36 എണ്ണേ ഉള്ളൂ നിലവിൽ. 2 സ്ക്വാഡ്രണുകളിലായിട്ട്. അത് നമ്പർ 3 കോബ്രയും നമ്പർ 23 പാന്തേഴ്സ്. ഈ 2 സ്ക്വാഡ്രണുകളിലായി 36 വിമാനങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിട്ടയർമെൻറ്റ് വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി നിശ്ചയിച്ചേക്കുകയാണ്. ഔദ്യോഗിക നടപടിക്രമമൊക്കെ ഉണ്ട്. ഒരു ഫോം 700 എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ വിമാനത്തിൻ്റെ എല്ലാ സർവീസ് റെക്കോർഡും രേഖപ്പെടുത്തിയ ഒരു ഫോം 700 രേഖയാണ് ഫോം 700. അത് കൈമാറുന്നതോടുകൂടി ഇതിൻ്റെ സർവീസ് കാലാവധി കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം യുദ്ധവിമാനങ്ങളൊക്കെ ഇതേപോലെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ രാജസ്ഥാനിലെ നാൽ എന്ന് പറയുന്ന എയർബേസിലോട്ട് മാറ്റുകയാണ്. അവിടെ കൊണ്ടു ചെന്നിട്ട് ഇതിന് ഈ ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ ഇതിൽ നിന്ന് അഴിച്ചു മാറ്റും. എന്നിട്ട് ഇതിൻ്റെ ബോഡി, അതിൻ്റെ പുറം ഭാഗം മാത്രം, ചിലത് എല്ലാമല്ല, ചില വിമാനങ്ങളുടെ മാത്രം നമുക്ക് ചില ചിൽഡ്രൻസ് പാർക്കിലോ ചില യുദ്ധ സ്മാരകങ്ങളിലോ കാണാൻ പറ്റും. പക്ഷേ ഈ MiG-21 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വൈകാരികമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അങ്ങ് വെറും ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റാൻ വ്യോമസേനയ്ക്ക് വലിയ താല്പര്യമില്ല. ഇതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ഈ MiG-21 ഡ്രോൺ ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പഠനം.